അളിയന്റെ പേരോട് പറഞ്ഞായിരുന്നു. അളിയന്റെ പേരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അളിയന്റെ പേരോട് പറയണ്ട. അരിയോടെ കേറാ വണ്ടിയിൽ ഉള്ള കേറ്. പൊര നിറഞ്ഞ് നിക്കറ യാറക്കാകത് വെച്ച് തലയിൽ അടിച്ചു കൊടുക്കുങ്കോ. കുടുംബം മൊത്തം നേരത്തെ അമ്മയെ പിള്ളയെ കൂടെ കൊല്ലാൻ നോക്കി. അനങ്ങിയ നിന്നെ തീർക്കും. ഹലോ ഇവിടെ കൂടുന്ന് സംസാരിക്കാൻ പാടില്ല. ഹലോ ഹലോ ഇവിടെ കൂടി സംസാരിക്കാൻ പാടില്ല. ഹലോ 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 അടിയന്തരാവസ്ഥ കാലമാണേ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് ബോസാണേ? ആ പുള്ളിയെ എന്റെ തലയൊന്നും ഒഴിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ അണ്ണനാണെന്നൊക്കെ പറഞ്ഞു വരും. നിന്റെ അണ്ണനായിരിക്കും. ഞാൻ എന്ത് ചെയ്യണം അതിന്? നിന്റെ അണ്ണൻ നീ എന്റെ അനിയനെ പോലെ കാണണം. അല്ല എന്നാ ഞാനൊരു കാര്യം ചെയ്യും. ആള് നമ്മുടെ ഒരു ബോസ് അണ്ണനെയാണ് ആക്ച്വലി അളിയനായിട്ട് വിളിക്കുന്നത്. ഇതാര്? അളിയനെന്ന് നിന്റെ പേരെന്തോന്ന്? ഹലോ ബോസണ്ണ. സ്റ്റാലിൻ ഇവിടെ ഈ മുടി ഇവിടെ ബാൻഡ് ആണ് കേട്ടാ. ഇത് ഇവിടെ അടിക്കാൻ ഈ മുടി ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇവിടെ ഇത് ഇപ്പൊ തന്നെ മാറ്റണം കേട്ടാ. ഗ്യാസാവും ബൊമ്മ നീങ്ങ. ഇല്ല ഞാൻ അവന്റെ അടുത്ത് ഇവര് സംസാരിച്ചിട്ട് പറയട്ടെ. ബൊമ്മ അതെ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. നീ എവിടെ ഉള്ള? എന്റെ അക്ക അവിടെ പേരെന്നാ? അപ്പൊ നിന്റെ ചേച്ചി എവിടെ? ചേച്ചിയെ വിളി. അളിയന്റെ പേരോട് പറഞ്ഞായിരുന്നു. അളിയന്റെ പേരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അളിയന്റെ പേരോട് പറയണ്ട. അരിയോടെ അളിയൻ പേരെന്നാ? അളിയൻ പേര് അറിയില്ലേ? ചന്ദ്രബോസ് തണ്ടയിലാടവൻ. ഇതെപ്പടി കണ്ടുപിടിച്ച്? വലിയനല്ലേ? എവിടെ ഇറക്കിയ അലിയനെ? നിന്റെ അളിയ എവിടെന്ന് പറഞ്ഞൂടാ. ഇവിടെ ഇപ്പൊ കൊറേ പേര് വിസ ഇല്ലാണ്ട് ഈ സിറ്റിയിലോട്ട് ചേക്കേറുന്നുണ്ട് ഈ കടൽ മാർഗം വഴി. അപ്പൊ നിന്നെ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നു. നിന്നെ അറസ്റ്റ് ചെയ്യും. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ എന്റെ വണ്ടി എടുത്തിട്ട് പറഞ്ഞ ഇന്ന് വണ്ടിയിലെ സർവീസ് കൊടുത്തേക്കുണ്ട്. ആരെങ്കിലും വണ്ടി എടുത്തോണ്ട് ഒരു ടാക്സി വിളിക്കാറില്ല. ഒരു ടാക്സി വിളിക്കാറില്ല. പ്രസവിക്കോടാ നീ ഇന്നെങ്ങാനും? അണ്ണാ இந்த വയറ്റിൽ പസങ്ക ഉണ്ടോ? പസങ്കയാ? ഹലോ പോലീസ് മുന്നാടി കെട്ട വാർത്ത പേசுறீங்க. കെട്ട വാർത്ത പറഞ്ഞോണ്ടല്ലോ അടിച്ചു കറങ്ങിയ അപ്പടി പേസ്. പോലീസ് കണ്ട മനസ്സിലായില്ലേ പോലീസാണോ ഇല്ലെന്ന്? പരാതി എടുക്കൂല ഇപ്പൊ. എനിക്കിഷ്ടമുള്ള കേസ് ഞാൻ നോക്കത്തുള്ളൂ. അതെല്ലാം പരിഹരിക്കാം. ഈ വണ്ടി ഇപ്പോൾ വണ്ടി തന്നെയാണോ? ഹലോ തമ്പി. ഈ വണ്ടി ഒന്ന് കാണാമായിരുന്നു. ഐ ഡി കാർഡ് നിനക്ക് എന്തിനാ? പോലീസിന്റെ അടുത്ത് ഐ ഡി കാർഡ് ചോദിച്ചോളാം. കേസ് തരൂടെ? നിന്നെ പിടിച്ച് ഉള്ള എടുക്കാട്ടാ. ഉള്ള സാർ ഉങ്ക ഐ ഡി കാർഡ് പാത്തത് തന്നെ ഞാൻ ഉങ്ക വണ്ടി ഉറങ്ങിയാടെ കേറാ. വണ്ടി കേറാ. വണ്ടിയിൽ ഉള്ള കേറ്.
இவனை கொண்டு போட்டுரு அப்போ எங்களுடைய வண்டி കേറിയത് ഞാൻ അളിയെ ആ ഇവിടെ ഈ വണ്ടി കൊണ്ടുവന്നവൻ കേറ് ഈ വണ്ടി കൊണ്ടുവന്നവൻ കൂടി കേറ് വണ്ടിയില് ഓ സാർ 1 സെക്കൻഡ് പണ്ണുങ്കോ ഇറങ്ങണ വണ്ടിന്ന് എടാ ഈ എവനെ പിടിച്ച് എവനെ പുറത്ത് വിട്ടോ ഞാൻ ഔട്ട് പണ്ണുങ്കോ അല്ല ഞാൻ പോയിട്ട് വരാം എല്ലാരും നോക്കി കണ്ടോ നടന്നോ പോലീസുണ്ടോ ആലോചനേ சொல்லுங்க சார் இந்த அப்பா எங்க சார் இது மாதிரி புடிச்சு வச்சிருக்கீங்க நீங்க നിന്നെ നേരെ ഇവിടുന്ന് ഇവിടെ എയർപോർട്ട് മാർക്ക് എയർപോർട്ട് സാർ മാർക്ക് പണ്ണാ സാർ നിന്നെ ഇപ്പൊ പോയത് നിനക്ക് സുഖമായിട്ട് 2 കാലിൽ നടന്നു പോ അല്ലെങ്കിൽ നിന്നെ പിടിച്ച് ഉള്ളയിട്ട് പണ്ണി പണ്ണിയല്ല നിന്നെ ഉള്ള പിടിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ആവും ഇതാകുമ്പോ നിനക്ക് അക്കാ നേരെ വീട്ടില് നേരെ കേട്ടാ അക്കാവൊന്നുമില്ല അക്കാക പോയി ഏതക്കാ ആ ഓരോരുത്തന്മാരും ജനിച്ചു വന്നോളും മനുഷ്യന് ഇവങ്ങൾ വന്ന എന്നെ അണ്ണ കൂപ്പിടുറ ബട്ട് ഒരു യമനെ അത് തന്നെയാണ് ഞാനും പറയുന്നത് പ്രശ്നമാണല്ലോ അവനപ്പാ ആണ് ടോട്ടലി റോങ് ആയി ചുമ്മാടാ எங்க அக்கா விட்டு போக எனக்கு தால்பரியம் இல்ல சார் எங்க அக்காவுக்கு நல்லபடியா கல்யாணம் செய்யணும் சார் കല്യാണം പണ്ണാൻ നടക്കലേ കാരണം ഒരിക്കൽ ഉങ്ങളുടെ അക്കായുടെ കല്യാണത്തിന് നാങ്ക അങ്ക വന്നിട്ട് അങ്ക പെരിയ പ്രശ്നം ആയാച്ച് പിന്നെ சொல்லுங்க சார் மற்ற அந்த சந்திரன் தானே ஆமா ஓ அந்த பாவம் பையனை அந்த பொண்ணு ரிஜெக்ட் பண்ணிட்டல ஆமா சார் ஓ அங்க போசன അറിയാതെ റിജക്ട് பண்ணிட்டல அந்த ஃபேமிலி நம்ம ஃபேமிலியுമായി ചേരല ഓ അതാണ് அவங்க வந்து லோக்கல் ஃபேமிலி தானே ஆமா சார் டேய் உன்னோட அக்காவே அந்த ஃபேமிலி பிடிச்சில்ல മനസ്സിലായ எங்க அக்காக்கு மேரேஜ் ஆகாதே இவட விட்டு நான் போக மாட்டேன் அக்கா பொற നിറഞ്ഞു നിക്കറ யாருக்காக வச்சு தலையில அடிச்சு கொடுக்குங்க இல்ல சார் எங்க அக்கா ரொம்ப நல்லவங்க சார் அது நீ மாத்திரமே പറയൂ ஆமா சார் எங்க சார் விളിച്ചിട്ട് വന്നിരിക്കீங்க എയർപോർട്ട് വേണം സാർ ശരി നിന്റെ റത്ത് സാർ ഐഡി കാർഡ് കാമി നിന്റെ ഐഡി കാർഡ് ഇല്ല അതാണ് പറഞ്ഞ നീ ഇത് നിന്റെ ഇമിഗ്രേഷൻ ഫേക്ക് വിസ நான் வந்து இந்த சிட்டில போலீஸ் கமிஷனர் பொசிஷன் என்ன சார் உன்னை பார்த்து கொஞ்சம் பாவம் தோணிதான் நான் சொல்றேன் இப்போ இது வല്ല ഫ്ലൈറ്റിൽ കയറി പോകും മസാല ദോശ ചായ വട സമൂസ വെജ് ഇഡലി ഇതൊന്നും കേൾക്കുന്നില്ല ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ദം ബിരിയാണി സാദാ ബിരിയാണി കുഴിമന്തി ഷവായ ഗ്രില്ല് പ്രോൺസ് അൽഫാം ഹോട്ടലാണ് വിളിക്കുന്നേ അല്ല ആള് ഇത് എന്തേലും ഫുഡിന്റെ കാര്യം പറയാൻ ഇങ്ങനെ നേകത്തില്ല സാർ ഒന്നും കാര്യമായിട്ട് എടുക്കേണ്ടത് സാർ എന്നെക്കാളും നന്നായിട്ട് പറയാം സാർ പറഞ്ഞു യു കണ്ടിന്യൂ സാർ ഹലോ எங்க அக்கா விളിக்கிறாங்க அக்கா எங்க இருக்கீங்க ஏர்போர்ட்ல இருக்கேன் எனக்கு என்னன்னு தெரியல ഇവിടെ இருக்கேன் என் பக்கத்துல போலீஸ் இருக்காரு பக்கத்துல இவங்க கிட்ட பேசனா போத இவனை கொல்ல போன் கட் பண்ணு இங்க அடுத்து ஒரு സിയോൺ ഫ്ലൈറ്റ് വരും അതിൽ കയറി പോണം കേട്ടാ இங்க ലാൻഡ് பண்ணியாச்சு அதுதான் உங்களோட ஃளைட் அங்க ஏதாவது எங்கேயாவது போங்க இங்க நடக்க போ இந்த பக்கம் பார்த்து இவங்களோட சிஸ்டருக்கு ஒரு குட் பை சொல்ல വേണം ഒരു ആവശ്യമില്ല അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല സിസ്റ്ററും കള്ളി നീനും കള്ള ഉന്നട സിസ്റ്റർ 2 കേസിൽ ഇത് പ്രതി தெரியுமா இங்க பாருங்க சார் என்ன வேணா பேசுங்க ஏதாவது பேசுனீங்கன்னா உன்னோட சிஸ்டர்ന്റെ ബോയ്ഫ്രണ്ട് ഇല്ലേ അവൻ வந்து பெரிய கள்ளன்
അത് മാത്രം പറയല്ലേ സാർ മാത്രം സാർ അത് മോശമാണ് സാർ അത് മാത്രം സാർ പറയില്ല എന്നെ പറഞ്ഞു ബോസ് യാരേ അളിയെന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല சார் என்ன வேணா பேசுங்க எங்க அக்காவும் எதுவும் பேசாதீங்க வலியன்னு எதுவுமே பேசாதீங்க அவன் ஒரு பெரிய தந்தை இல்லாதவன் തന്തയില്ലാത്തവൻ എന്നുള്ള അർത്ഥം നിനക്കറിയാം മീനിങ് തരുമോ അവനക്ക് തന്തയില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നിനക്ക് നീ തന്തയില്ലാത്തവൻ இல்ல இல்ல எனக்கு தண்டை உண்டு சார் ആ തന്ത ഉണ്ട് നിനക്ക് തന്ത ഉണ്ട് അപ്പൊ ഒരു തന്തയില്ലാത്ത ആളെ തന്തയില്ലാത്തന്ന് വിളിക്കുമ്പോ വിഷം വരുവോ അത് വിഷമം വരും സാർ എനിക്ക് ആ ആളൊരു കുറ്റവാളിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ തന്തയില്ലാത്ത ഇഷ്ടമായി താല്പര്യമില്ല എനിക്ക് ഫോൺ എടുത്താ തല எடுக்கிறேன் சார் போன் எடுக்கிறேன் ഫോൺ എടുക്കറേ കട്ടി എടുത്ത് കട്ടി ഫോൺ கட் பண்ணுங்கோ எடுக்க கூடாது தேவையில்லை அக்கா போன் எடுக்க கூடாது சொன்னாங்க சார் போன் வச்சிடுறேன் வச்சிட்டேங்க குட் பை அப்போ இந்த பக்கம் உன்னை பார்த்தா என்கவுண்டர் தான் ஒன்னாவது நீ ஃபேக் விசா தான் இங்க சுத்தி நடக்கிறேன் இல்ல உனக்கு சார் இங்க ஐடி கார்டு உண்டு சத்தியம் பண்ணிடுறேன் சார் ஐடி கார்டு காணிக்கிறேன் ஷோபி ஐடி கார்டு சார் சாரி சார் ஐடி கார்டு சார் എങ്ക എനിക്ക് കാണുന്നില്ല ഇതെന്താ വൈറ്റ് പേപ്പർ ഫേക്ക് റാസ്കൽ പാറ്റൊക്കെ சார் கள்ளம் போறல சார் சார் அடுத்த ஃளைட் சொல்றது எதுவுமே கேட்க மாட்டீங்களா ப்ளீஸ் சார் டேய் வாட்டர் இருக்கா வாட்டர் டேய் தம்பி டேய் இருக்கு சார் 1 செகண்ட் ஹோல்ட் பண்ணுங்க ഒരു മിനിറ്റ് ഞാനൊന്ന് ഹോട്ടൽ മെനു ഒന്ന് പഠിച്ചു വെച്ചോട്ടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ചായ അവിടെ മസാല ദോശ പൂരി സാധാ ദോശ ഇടിവെട്ടി ദോശ ഇടിവെട്ടാത്ത ദോശ ചിക്കൻ ദം ബിരിയാണി പൊറോട്ട മസാല ദോശ ചിക്കൻ കറി പിന്നെന്തിനാണ് പ്രോൺസ് நீங்களே ஆறுனே அறியலையே என்ன பிரச்சனை இவட எல்லாம் வீட்டு போ டேய் சீ நிக்கறாளே ராஸ்கல் எல்லாம் வீட்டு போ இவட என்ன எப்ப பாரு வெறுதே இவட ஏறி நிக்கறேன் வீட்டு போ பொம்மை ஒரு வாட்டி சொன்னேன் எத்தனை பெട്ടെന്ന് வீட்டுக்கு போங்க ஓகே சார் ஒரு தவணை சொன்னா மூணு தவணை சொன்ன மாதிரி நான் சரிங்க அல்லாஹ் பிரச்சனை ഇനിയിപ്പോ നടന്നിരുമ്പോ എന്തായാലും നാളെ വെയിറ്റ് ആവുമല്ലോ ഇല്ല ഉടനെ വന്ന് പിക്കപ്പ് പണ്ണാൻ പറയൂല്ലോ ഫോൺ ഇருக்கு യാരെ പിക്കപ്പ് പണ്ണാൻ പറയും അല്ല അലിന ചേച്ചി കൊണ്ട് അവളോട്ട് വിടാൻ പറ്റുമോ അല്ലെ ഫോൺ എടുത്ത് വണ്ടി എടുത്ത് വിളിച്ചാ പോരെ ഹലോ അതെ ഞാൻ നിന്റെ അച്ഛനെ കണ്ടായിരുന്നു ഇവിടെ വെച്ച് ഡാഡി വന്നിട്ടില്ലല്ലോ ഇവിടെ ഒരു ബൊമ്മ കണക്കിന് പയ്യൻ നിൽക്കുന്നുണ്ട് അതിന്റെ വകയിലൊരു ബന്ധു അതെ വകയില് ആരാണെങ്കില് കഷ്ടപ്പെട്ടാണ് ഓരോ വള്ളികളെ തലയിൽ നയിച്ചു പോയത് ഒരുത്തൻ എങ്ങോട്ടോ പോയി സമാധാനപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് അടുത്തവൻ പൊട്ടി വീണ ആകാശത്ത് എനിക്കൊന്നും പറ്റൂല മനസ്സിലായ എനിക്ക് സമാധാനം വരുന്നത് എനിക്ക് കേട്ടാ സമാധാനം അനിയനെ ഇൻസൾട്ട് ചെയ്തോണ്ടല്ലോ ആ ബൊമ്മയെ പറഞ്ഞു വിട്ടു മറ്റേ ഇന്ന് ഉച്ചക്ക് ഇന്നൊരു 2 മണിക്ക് ഇവിടുന്ന് സിയോലോട്ടൊരു ഫ്ലൈറ്റ് ഉണ്ട് അതിൽ കയറ്റി വിട്ട് 6:30 അവന്റെ തന്തയാ നിന്റെ തന്ത ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ചെറുക്കനെ പറഞ്ഞു വിട്ട് ഇനി ഇങ്ങോട്ട് വരൂല കേട്ടാ ആര് ഇതാണെന്ന് തോന്നുന്നു അല്ല അടിയേ ആടിക്ക് പോച്ചണ ആടി എന്നിട്ട് വെച്ചേക്കാം ഇനി ഞാനില്ല ഒന്നും പ്രശ്നം ഹെഡില്ലേ വണ്ടി ചാവടി ഇത്രയും വലിയ ശരീരം വെച്ച് എവിടെ പോയി വിളിക്കാനാ ഹലോ ഇൻവിസിബിളാ അല്ല ദാദാ ബോസന ബാക്കി
ജിന്നെ മണ്ട കയറി കള്ളനായി ഗ്രൗണ്ട് പിടിച്ചേക്കും. പണ്ണി വിടുങ്കോ പണ്ണി വിടുങ്കോ പണ്ണി വിടുങ്കോ പണ്ണി വിടുങ്കോ. പണ്ണി വിടാതെ പെഡിനെ പോട്ടാൽ ബാൻ ബാൻ. ശാപം. ഓയ്യോ കുടുംബം മൊത്തം നേരത്തെ അമ്മയെ പിള്ളേ കൂടെ കൊല്ലാൻ നോക്കി. ഇപ്പൊ പോസണ്ണ തല്ലി തല്ലി പോസണ്ണ. അനങ്ങിയ നിന്നെ തീർക്കും. കുടുംബ പ്രശ്നത്തിൽ ഐ ആം ദി സോറിയാ. കത്തി ഇല്ലാത്തോണ്ടാന്ന്. ഇല്ലാതെ സഹായിക്കാൻ അപ്പോഴേ വന്നേനെ. നോ മെൻഷൻ. ഇവിടെ നിന്ന് കളിയാണ്. ഇവിടെ നിന്ന് എന്നാ തല്ലിയോണ്ട് ഇതൊന്നും വിചാരിക്കല്ലേ. ഒരു കേസുണ്ട് ഇപ്പൊ. വെയിറ്റ് பண்ணுங்கோ. இது இஎம்எஸ் உடனே கடைசியமாய் எத்துங்கோ. തൂൺ ചത്താള് ചെറുത് ചെറുത്. കുടുംബത്തിന് മൊത്തം മണ്ണെണ്ണ വെച്ച് കത്തി. ഞാൻ മനസ്സിലായില്ലേ സാറേ ഒന്ന് ഇങ്ക. ரொம்ப நன்றி சார், ரொம்ப நன்றி. வாங்கோ வாங்கோ சார். മറ്റവരെ പൊക്കണ്ട, എവളെ മാത്രം പൊക്കിട്ട് എവളെ കൊണ്ടുപോവാം. ഓക്കെ. ഹലോ, സിറ്റി പോലീസ് കമ്മീഷണർ ചന്ദ്രൻ സാർ. ഇങ്ക മങ്ക അല്ല അന്ന് പൊക്ക് സാർ. ഞാൻ എന്തിനാണ് സാറിനോട് തള്ളി പറയുന്നത്? മറ്റവനെ രക്ഷപ്പെടുത്തി കേട്ടോ. പോയിട്ട് തല്ലി മെന്റൽ ഏത് കള്ള പോലീസ്? ഇല്ല ഇത് മഫ്തി 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 സാർ. യൂണിഫോം ഇട്ട് ആമാ യാറാളെയും നമ്മ അഴിക്ക മുടിയാതെ പുറഞ്ചുതാണ്. ഭരചന്ദ്രൻ 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 സാറാണ്. അതെ അതെ അതെ. സാറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോ ഓഫീസർ. സർജറി ഇന്നലത്തെ ഡ്രസ് ഇട്ടത് അലക്കി കിട്ടിയില്ല. ഇന്ന് വേറെ, അപ്പൊ അതുകൊണ്ട് കീഴ് ഓഫീസറിന്റെ ഡ്രസ്. മുടി കളർ അടിച്ചാ സാർ. ഞാൻ പറഞ്ഞില്ലേ എന്റെ കൈ കൊണ്ട് തീരല്ലേ കേട്ടോ, കൈ കൊണ്ട് തീരല്ലേ. നീ എടാ ബൊമ്മ, നിന്നെ ഒരു ഇടിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ റബ്ബർ മാതിരി റിട്ടേൺ വരുന്നത് ഉന്നെ അടിക്കുമ്പോ. മനസ്സിലായില്ലേ? നീ എന്നടാ തിന്നത്? റബ്ബറാണോ നീ കഴിക്കണ? 3 റബ്ബറാണോ കഴിക്കുന്നത് നീ? നിന്റെ ബോഡി ഷേം ചെയ്യും, അടിക്കുകയും ചെയ്യും. അതെ അതെ, ഞാൻ പറ്റേ ഈ ഫേക്ക് ഇമിഗ്രേഷൻ. ചവിട്ടി കൂട്ടാ അവനെ ബൊമ്മേനെ. നിന്റെ അച്ഛന്റെ ഉറി ഇവിടെ കിടക്കണി. അടിനിർത്തോ അപ്പോ. കടയിലുണ്ടോ? അടിനിർത്ത്.
അഴുക്ക ഫാമിലി. ഇതാണ് പറഞ്ഞത്, നിന്റെ ഫാമിലിയുള്ള ആരും കണ്ടെടുത്താ കണ്ടുവിടുന്നു. ഹലോ, നിന്റെ കാര്യം പറയട്ടെ, ഇത് എവരെ പറഞ്ഞു വിടാൻ നോക്കും നാട്ടില്? നാട്ടിൽ പറഞ്ഞു. എന്താടാ എന്താടാ കുത്താണക്ക് കുത്തടാ இல்ல எங்க அக்கா ചെറുക്ക ഒഴുക്ക പന്ന. പട്ടിയോ? ഹലോ പട്ടിയല്ലേ ഉള്ളത്? നിന്റെ അണ്ണന്റെ അടുത്ത് മര്യാദക്ക് ജീവിക്കാൻ പറയണം. എന്നെ എന്റെ അനിയനെ വെറുതെ വിടണം. ബോസ് എണ്ണ മര്യാദ തന്നെ ജീവിക്കുന്നത്.